Hi everyone, welcome to Veranda Race. അപ്പോൾ നമ്മൾ IBPS PO മെയിൻസ് എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ സെക്ഷനാണ്. നമുക്കറിയാം IBPS PO മെയിൻസിന് നമുക്ക് RBI സർക്കുലർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെ പ്രത്യേകിച്ച് നമുക്ക് സിലബസിൽ അല്ലെങ്കിൽ പാറ്റേണിൽ എക്സാം പാറ്റേണിൽ മെയിൻസിൻ്റെ സിലബസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ജനറൽ അവയർനെസ്സിനോടൊപ്പം തന്നെ അതിൽ RBIയുടെ സർക്കുലേഴ്സ് ഈ പറഞ്ഞ ഇത്രയും മന്തിനുള്ളിൽ ഒരു 6 months വന്നിട്ടുള്ള RBI സർക്കുലേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ചുള്ള കളക്ട് ചെയ്തിട്ടുള്ള പാർട്ട് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. PO മെയിൻസ് എക്സാം ഫോക്കസ് ചെയ്തിട്ട് IBPS PO മെയിൻസ് എക്സാം ഫോക്കസ് ചെയ്തിട്ട് ഉറപ്പായിട്ടും അടുത്ത SBI ക്ലർക്ക് മെയിൻസിനാണെങ്കിലും IBPS ക്ലർക്കിനാണെങ്കിലും മെയിൻസ് എക്സാംസിന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയ RBI സർക്കുലർസ് ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ട് വന്നിട്ടുള്ളൂ. ഉറപ്പായിട്ടും ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. ജസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോയി എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്നതിൽ നിന്ന് ഒരു 5 questions എങ്കിലും കിട്ടാൻ നല്ല രീതിക്കുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോന് ഉള്ളിലോട്ട് പോവാം. ഓക്കെ, RBI റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് RBI സർക്കുലറിലെ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഞാൻ ആ ന്യൂസിൻ്റെ ഇതാണ്, അല്ലെങ്കിൽ RBIയുടെ ആ ഒരു സർക്കുലറാണ് ഫുള്ളി ഒരു ഒരു ഫോട്ടോ ആയിട്ട് എടുത്ത് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിൽ ലോഞ്ച് ഓഫ് മൈക്രോസൈറ്റ് ഫോർ ബാങ്ക് നോട്ട്സ് എന്നതാണ് ന്യൂസ്. നോക്കിക്കേ, ബാങ്ക് നോട്ട്സിന് വേണ്ടിയിട്ട് ഒരു മൈക്രോസൈറ്റ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലോഞ്ച് ഓഫ് മൈക്രോസൈറ്റ് ഫോർ ബാങ്ക് നോട്ട്സ്. ഇതിൽ ഈ മൈക്രോസൈറ്റ് അതെന്താണെന്ന് തന്നിട്ടുണ്ട്. HTTP അതിൽ indiancurrency.rbi.org.in എന്നുള്ളത്. ഇതിൽ ഫോർ ബാങ്ക് നോട്ട്സ് ഹാസ് ബീൻ ലോഞ്ച്ഡ് ടുഡേ ബൈ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു മൈക്രോസൈറ്റ് ലോഞ്ച് ചെയ്തതാണ്. ദെൻ ഇതിൽ ദ മൈക്രോസൈറ്റ് പ്രൊവൈഡ്സ് മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് എ പ്ലാറ്റ്ഫോം ടു ആക്സസ് information on bank notes such as details of the design and the security features through a 30-degree view of the bank notes. ഇതിൽ വേറൊന്നുമില്ല, ബാങ്ക് നോട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു മൈക്രോസൈറ്റ് ആണെങ്കിൽ എന്തായിരിക്കും, ബാങ്ക് നോട്ടിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. അതിൽ ഉള്ള ഡിസൈൻ ആണെങ്കിലും അതിന്റെ ഈ പറഞ്ഞതുപോലെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണെങ്കിലും അതിന്റെ ഒരു 360-degree വ്യൂ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ സൈറ്റിൽ കൂടെ നമുക്ക് ആവശ്യമുള്ള ബാങ്ക് നോട്ട്സിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ with a simple and efficient navigation, the microsite also has a dedicated section for information on exchange of bank notes. Bank notes exchange ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഇപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ കീറിപ്പോയതോ എന്തെങ്കിലും ഇതിലുള്ള ബാങ്ക് നോട്ട്സ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും ഈ സൈറ്റ്സിൽ നമുക്ക് കിട്ടും. ദ ന്യൂ മൈക്രോസൈറ്റ് റീപ്ലേസസ് ദ ഏർലിയർ മൈക്രോസൈറ്റ്. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. എന്താണെന്ന് വെച്ചാൽ നേരത്തെ നിലവിൽ ഉണ്ടായിരുന്ന ഒരു മൈക്രോസൈറ്റ്, ഈ പറഞ്ഞതുപോലെ ബാങ്ക് നോട്ട്സിനെ കുറിച്ചിട്ടുള്ള ഒരു മൈക്രോസൈറ്റ്സ് നേരത്തെ നമുക്ക് നിലവിൽ ഉണ്ടായിരുന്നു, അതിനെ റീപ്ലേസ് ചെയ്താണ് ഈ പുതിയ മൈക്രോസൈറ്റ് വന്നിട്ടുള്ളത്. എന്താണെന്ന് അത് നേരത്തെ ഉണ്ടായിരുന്നത് paisa.bolta.hi.rbi.org.in എന്നുള്ളതാണ്. അതിനെ റീപ്ലേസ് ചെയ്താണ് ഇപ്പൊ നമുക്ക് indiancurrency.rbi.org.in എന്ന് പറയുന്ന പുതിയ മൈക്രോസൈറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസാണ്. പുതിയ മൈക്രോസൈറ്റ് ബാങ്ക് നോട്ട്സിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തത് RBI ആണ്. മൈക്രോസൈറ്റിന്റെ ID ആണ് ഈ പറഞ്ഞതുപോലെ indiancurrency.rbi.org.in. നേരത്തെ ഉണ്ടായിരുന്നത് പൈസ ബോൾട്ട് എന്ന് പറയുന്ന ഒരു സൈറ്റിനെ റീപ്ലേസ് ചെയ്താണ് ഈ പറയുന്ന പുതിയ സൈറ്റ് വന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. മൈക്രോസൈറ്റ് ലോഞ്ച് ചെയ്തത് ആരാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ റീപ്ലേസ് ചെയ്ത് വന്നത് ഏത് മൈക്രോസൈറ്റിനെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ബാങ്ക് നോട്ട്സിന്റെ പുതിയ മൈക്രോസൈറ്റ് ഏതാണെന്ന് ചോദിക്കാം. ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസറും ഈ ഒറ്റ ഇതിലുണ്ട്. ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ, വേറൊന്നുമില്ല. Reserve Bank of India has launched a dedicated microsite for bank notes, HTTP indiancurrency.rbi.org.in. The platform is designed to provide the public with comprehensive information on Indian bank notes, replacing the earlier. നേരത്തെ ഉണ്ടായിരുന്ന ഏത് മൈക്രോസൈറ്റിനെ റീപ്ലേസ് ചെയ്താണ് ഈ പുതിയ മൈക്രോസൈറ്റ് വന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏതാണ് നമുക്കറിയാലോ, ഏതാണ് നമ്മളിപ്പോൾ നോക്കിയത്, പൈസ ബോൾട്ട് അല്ലേ, പൈസ ബോൾട്ട് TAHI.RBI.org.in. ഇതിനെ റീപ്ലേസ് ചെയ്താണ് ഈ പറയുന്ന ഇന്ത്യൻ കറൻസി എന്ന് പറയുന്ന പുതിയ മൈക്രോസൈറ്റ് വന്നത്. ഇതിൽ ബാങ്ക് നോട്ട് റീപ്ലേസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കിട്ടും. അതുപോലെ തന്നെ 360-degree വ്യൂ, അതിൻ്റെ ഡിസൈൻ, സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഇതിലോട്ട് പോവാം. RBI purchase 4.16 acre from Mumbai Metro for 3472 crore. ഓക്കെ, എന്തോ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്തു, RBI ആണ് പർച്ചേസ് ചെയ്തത്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4.16 acre ആണ്. ദെൻ എമൗണ്ടും തന്നിട്ടുണ്ട് 3472 crore ആണ്. ഓക്കെ, എന്തിനു വേണ്ടി പർച്ചേസ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, ഞാൻ ഇത് കാണിക്കുന്നില്ല. ഇനി നെക്സ്റ്റ് ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ കാണിക്കാം, അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 4.16 acre പ്ലോട്ട്
of land in Mumbai, Nariman Point. ഇതാണ് നമുക്ക് important. ഏത് point? Nariman Point from the Mumbai Metro Rail Corporation, MMRC, for rupees 3,472 crore, making it one of the largest real estate deals in recent history in the area. അതായത് ആ ഏരിയയിൽ നടന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഡീൽ, അതായത് ലാർജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഡീലാണ് ഈ പറയുന്ന ഈ 3,472 ക്രോയ്ക്ക് നടന്ന ഈ ഡീൽ എന്ന് പറയുന്നത്. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അക്യൂർ ചെയ്യുന്നത്. 4.16 ഏക്കർ ലാൻഡ് ആണ്. ഇതിൽ എവിടെ നിന്ന് ഏത് പോയിന്റ് എന്ന് ചോദിച്ചാൽ ഫ്രം മുംബൈസ് നരിമാൻ പോയിന്റ് ഫോർ എന്തിനു വേണ്ടിയിട്ടാ? മെട്രോ റെയിൽ കോർപ്പറേഷൻ ഫോർ 3,472 crore. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പോയിന്റ്? നരിമൻ പോയിന്റ് മുംബൈ. എത്ര എമൗണ്ട്? 3,472 crore. ഏക്കർ എത്ര എന്നുള്ളത് 4.16 ഏക്കർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ സെക്ഷനിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, അടുത്തത് RBI may allow lenders to remotely lock mobile phones bought on credit. ആ ന്യൂസിൽ തന്നെ ഉണ്ട് അല്ലേ? ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് പേരെ കൊണ്ട് സംസാരിക്കപ്പെട്ട ഒരു ന്യൂസാണ്. വേറൊന്നുമല്ല, RBIയുടെ ഒരു പുതിയ റൂള് വന്നിട്ടുണ്ട്. നമ്മൾ ക്രെഡിറ്റിൽ മേടിക്കുന്ന മൊബൈൽ ഫോൺ ആണെങ്കിൽ അതിനെ നമ്മൾ എമൗണ്ട് ഈ പറഞ്ഞതുപോലെ കറക്റ്റ് രീതിയിൽ അടച്ചില്ല എങ്കിൽ, EMI കറക്റ്റായിട്ട് പേ ചെയ്തിട്ടില്ല എങ്കിൽ ആ മൊബൈലിനെ ലോക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ Reserve Bank of India plans to allow banks to remotely lock mobile phones bought on credit if the borrowers default on those loans in a move aimed at curbing bad assets that is likely to raise consumer right concerns. അതായത് വേറൊന്നുമല്ല, ബേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? ഈ പറഞ്ഞതുപോലെ ബാങ്കിന്റെ അസറ്റ് എന്താ? ബാങ്ക് പുറത്ത് കൊടുത്തിട്ടുള്ള ഒരു ലോണാണ്. അത് പ്രോപ്പറായിട്ട് റീപേയ്മെന്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അവർക്കൊരു ബാഡ് അസറ്റ് ആണ്. കാരണം അതിൽ നിന്നുള്ള ഇൻകം ആണ് ബാങ്കിന്റെ പ്രോഫിറ്റ്. അപ്പോൾ അത് അവർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എങ്കിൽ അത് ബാങ്കിന് ഒരു ബാഡ് അസറ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള കേസ് വരുമ്പോൾ അവരൊരു മൊബൈൽ ഫോണിന് വേണ്ടി ഒരു ലോൺ കൊടുത്തിട്ടുണ്ട്, അത് അവർക്ക് കൃത്യമായിട്ടുള്ള അടവ് തിരിച്ചു കിട്ടുന്നില്ല എന്ന കേസ് വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്? ആ മൊബൈലിനെ റിമോട്ട്ലി ലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന യൂസറിന് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ലോൺ തിരിച്ച് പേയ്മെന്റ് പോകാത്തത് കൊണ്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ over one third of consumers electronics including phones are purchased on small ticket personal loans. അതായത് ഇലക്ട്രോണിക് സാധനത്തിൽ 1/3 ഓഫ് ദ സാധനം, അതായത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ പറയുന്ന സ്മോൾ ടിക്കറ്റ് പേഴ്സണൽ ലോൺസ്, ചെറിയ പേഴ്സണൽ ലോൺസ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ പറയുന്ന ഒരു സ്റ്റഡി 2024 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്തത് പ്രകാരം ഈ പറഞ്ഞതുപോലെ ഇതിൽ കുറേ ബാഡ് അസറ്റ്സ് വരുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ ലോൺസിൽ കുറേ അടവുകൾ ഈ പറഞ്ഞതുപോലെ കൃത്യം നടക്കാത്ത കേസസ് വരുന്നുണ്ട്. സോ അതിന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ കൊണ്ടുവന്നാലോ എന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു തീരുമാനമാണ് ഇത്. അവര് ഇതിൽ ആരുടെ കൂടെ ആയിരിക്കും? ഉറപ്പായിട്ടും ഈ പറഞ്ഞതുപോലെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൂടെ ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ച് സംസാരിച്ചും അവരുടെ കൂടെ ഒരു കണക്ഷൻ വെച്ചിട്ടും അഗ്രിമെന്റ് വെച്ചിട്ടും മാത്രമേ ഇത് അവർക്ക് നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ. സോ അവരുടെ കൂടെയാണ് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ has over 1.6 million mobile connections according to the Telecom Regulatory Authority of India reflecting deep market penetration. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് TRAI അവരുടെ ഡീറ്റെയിൽസ് പ്രകാരം 1.16 ഇന്ത്യ ഹാസ് ഓവർ 1.16 മൊബൈൽ കണക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതുപോലെ സ്മോൾ ടിക്കറ്റ് പേഴ്സണൽ ലോൺ എടുത്ത് ഒരു മൊബൈൽ ഫോൺ മേടിച്ചിട്ടുണ്ട്, അതിന് ഈ പറഞ്ഞതുപോലെ അടവുകൾ കൃത്യമായിട്ട് അടയ്ക്കുന്നില്ല എങ്കിൽ അതിനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ എന്ത് ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് കൺസിഡറിങ് അലോവിംഗ് ലെൻഡേഴ്സ് ടു യൂസ് ഡിവൈസ് ലോക്കിംഗ് ടെക്നോളജി. ലെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ലോൺ കൊടുത്ത വ്യക്തി അവർക്ക് ഈ ഡിവൈസ് ലോക്കിംഗ് ടെക്നോളജി DLT ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയതായിട്ട് വന്ന ഒരു കാര്യമായതുകൊണ്ടും ഈ പറഞ്ഞതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായതുകൊണ്ടും DLTയുടെ ഫുൾ ഫോം ആയിരിക്കും ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്. ഇതിൽ D മാത്രം എന്ത് മീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ Lന്റെ മാത്രം വേർഡിന്റെ മീനിങ് എന്താ, അല്ലെങ്കിൽ Tയുടെ മാത്രം. അപ്പോൾ ഇത് ഡിവൈസ് ലോക്കിംഗ് ടെക്നോളജിയാണ് DLT. as a measure to address loan defaults, particularly for small ticket loans to consumers new to credit. This technology would enable lenders to lock a borrower's smartphone in the event of a default, a concept being explored to mitigate risk in the growing digital lending landscape. അപ്പോൾ
ഇതിൽ വേറെ ഒന്നുമില്ല, ഈ DLT ടെക്നോളജി യൂസ് ചെയ്തായിരിക്കും ഫോൺ ലോക്ക് ചെയ്യുക എന്നുള്ളത്. ലെൻഡേഴ്സിന് DLT ടെക്നോളജി യൂസ് ചെയ്ത് ഈ പറഞ്ഞതുപോലെ ഫോൺ ലോക്ക് ചെയ്യാൻ പറ്റും. ഈ DLTയുടെ ഫുൾ ഫോം ആണ് ഡിവൈസ് ലോക്കിംഗ് ടെക്നോളജി. ഒരു വേർഡിന് വേണ്ടിയിട്ടാണ് ഇത്രയും സെന്റൻസ് കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്തത് RBI ഇമ്പോസസ്. കാണാൻ പറ്റത്തില്ല, ചെറിയ വേർഡ്സ് ആണ്. RBI ഇമ്പോസസ് മോണിറ്ററി പെനാൽറ്റി ആൻഡ് ഫോൺ പേ ലിമിറ്റഡ്. അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ന്യൂസ് അടുത്തുണ്ട്. വേറൊന്നുമില്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോൺ പേക്ക് ഒരു മോണിറ്ററി പെനാൽറ്റി ഇമ്പോസ് ചെയ്തു. എത്രയാണെന്ന് ചോദിച്ചാൽ ₹21 lakh. എമൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ഫോൺ പേക്ക് ഇമ്പോസ് ചെയ്ത പെനാൽറ്റി എത്രയായിരുന്നു എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ₹21 lakh ആണ്. ദ പെനാൽറ്റി ഹാസ് ബീൻ imposed in exercise of powers conferred on RBI under the provision of section 31, read with the section 26 of Payment and Settlement System Act 2007. ഉറപ്പായിട്ടും ഈ പറഞ്ഞതുപോലെ ആക്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സെക്ഷൻ എന്നുള്ളതും ഏത് പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് ആക്ട് 2007 എന്നുള്ളതും അതുപോലെ എത്ര രൂപ ഏത് ബാങ്കിന് അല്ലെങ്കിൽ ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോൺ പേ ലിമിറ്റഡിനാണ് ₹21 lakh ആണ് മോണിറ്ററി പെനാൽറ്റി ഇമ്പോസ് ചെയ്തത്. ഇതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂഡ് ഡയറക്ഷൻസ് to regulate payment aggregators which came into effect immediately. An entity seeking authorization to commence or carry a PA businesses എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പേയ്മെന്റ് അഗ്രിഗേറ്റർ ബിസിനസ്സസ് shall have a minimum net worth of ₹15 crore. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പേയ്മെന്റ് അഗ്രിഗേറ്റർ ആകണമെങ്കിൽ, അതിന്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും മിനിമം നെറ്റ് വർത്ത് എത്ര ഉണ്ടാകണം? 15 കോടി രൂപ ഉണ്ടാകണം അറ്റ് ദ ടൈം ഓഫ് ടെൻഡറിങ് അപ്ലിക്കേഷൻ ഫോർ അഥറൈസേഷൻ. അതായത് ഈ പറഞ്ഞതുപോലെ അവർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു, എനിക്കൊരു പേയ്മെന്റ് അഗ്രിഗേറ്റർ ആയിട്ട് മാറണമെന്ന്. അങ്ങനെ മാറാൻ അവർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ അവർക്ക് എത്ര ഉണ്ടാകണം? മിനിമം നെറ്റ് വർത്ത് 15 crore ഉണ്ടാകണം. Then ഇനി and shall attain a minimum net worth of dash crore by the end of third financial year of grant of authorization. ഇതിൽ കുറേ ക്വസ്റ്റ്യൻ നിങ്ങൾ ചേർന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു പേയ്മെന്റ് അഗ്രിഗേറ്റർ ആകണമെങ്കിൽ അവർക്ക് മിനിമം നെറ്റ് വർത്ത് എത്ര ഉണ്ടാകണം എന്നുള്ളത്. അത് എത്രയായിരുന്നു? 15 കോടി അല്ലെ, 15 crore ഉണ്ടാകണം. അതെപ്പോഴാ? അവർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ അവർ ഈ പറഞ്ഞതുപോലെ എനിക്കൊരു പേയ്മെന്റ് അഗ്രിഗേറ്റർ ആയിട്ട് ചേഞ്ച് ആകണം എന്ന് പറഞ്ഞ അഥറൈസേഷന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തിൽ അവർക്ക് എത്ര ഉണ്ടാവണം? 15 crore ഈ പറഞ്ഞ മിനിമം നെറ്റ് വർത്ത് ഉണ്ടാകണം. ആൻഡ് ഷാൽ അറ്റൈൻ എ മിനിമം നെറ്റ് വർത്ത് ഓഫ്, അടുത്തതാണ് നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ്, ഈ പറഞ്ഞതുപോലെ അവർ തേർഡ് ഫിനാൻഷ്യൽ ഇയറിൽ ഡാഷ് ക്രോ ബൈ ദ എൻഡ് ഓഫ് ദ തേർഡ് ഫിനാൻഷ്യൽ ഇയർ ഓഫ് ഗ്രാൻഡ് ഓഫ് അഥറൈസേഷൻ. അതായത് മൂന്നാമത്തെ വർഷം ഈ അഥറൈസേഷൻ കിട്ടി അവർക്ക്, ഓക്കെ നിങ്ങൾ ഒരു പേയ്മെന്റ് അഗ്രിഗേറ്റർ ആയിക്കോളൂ എന്ന ഇത് കിട്ടി. അത് കിട്ടിയതിന് ശേഷം അവരിപ്പോൾ പേയ്മെന്റ് അഗ്രിഗേറ്റർ ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്ക് 3 വർഷമായതിനു ശേഷം മൂന്നാമത്തെ വർഷം ഇവർക്ക് ഉറപ്പായിട്ടും എത്ര കോടി രൂപയായിരിക്കണം ഇവരുടെ നെറ്റ് വർത്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 25 crore ആയിട്ട് ചേഞ്ച് ആകണം. അതായത് ഇനിഷ്യലി ഒരു പേയ്മെന്റ് അഗ്രിഗേറ്റർ ആയിട്ട് ഈ പറഞ്ഞതുപോലെ ഇവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് 15 crore ഉണ്ടാകണം. then അത് അടുത്ത 3 വർഷത്തിൽ, ആ 3 വർഷത്തിൽ ഇവരുടെ മിനിമം നെറ്റ് വർത്ത് എത്രയായിരിക്കണം? മിനിമം ആണ് പറയുന്നത് 25 crore ആയിട്ട് മാറിയിരിക്കണം. അപ്പോൾ അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂഡ് ഡയറക്ഷൻസ് ടു റെഗുലേറ്റ് പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സ് വിച്ച് കെയിം ഇൻ ടു എഫക്ട് ഇമീഡിയറ്റ്ലി. അതായത് പുതിയ റെഗുലേഷൻസ് ആണ് പേയ്മെന്റ് അഗ്രിഗേറ്ററിക്ക് ഈ പറഞ്ഞ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഉടൻ തന്നെ നിലവിൽ വരും എന്ന കേസാണ്. ഇതിൽ ആസ് പെർ RBI റെഗുലേഷൻ 2025 പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 categories for the work they undertake. അതിൽ അവരെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സിനെ അവർ ചെയ്യുന്നവർക്ക് ബേസ് ചെയ്തിട്ട്. ഇതിൽ ഫസ്റ്റ് വൺ, ദിസ് കാറ്റഗറീസ് ഇൻക്ലൂഡ് പേയ്മെന്റ് അഗ്രിഗേറ്റർ P ഫോർ ഫിസിക്കൽ പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സ്, ദെൻ പേയ്മെന്റ് അഗ്രിഗേറ്റർ ഫോർ CB ക്രോസ് ബോർഡർ ആണ്, ആൻഡ് പേയ്മെന്റ് അഗ്രിഗേറ്റർ ഫോർ O സ്റ്റാൻഡ്സ് ഫോർ ഓൺലൈൻ പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സ് ആണ് ആസ് പെർ ദി ഡയറക്ഷൻസ്. അപ്പോൾ 3 കാറ്റഗറീസ് ഏതൊക്കെയാ? ഫിസിക്കൽ, ക്രോസ് ബോർഡർ, ദെൻ ഓൺലൈൻ. ദെൻ ഈ ഓൺലൈൻ തന്നെ okay. The next is an entity seeking authorization to commences to carry a PA business shall have a minimum net worth of 15 crore. അപ്പോൾ അവർക്ക് മിനിമം എത്ര ക്രോ ഉണ്ടായിരിക്കണം? ഈ പറഞ്ഞ നെറ്റ് വർത്ത്, അതായത് അവരുടെ
ക്യാപിറ്റൽ അല്ലെ മിനിമം നെറ്റ് വർത്ത് എത്ര ഉണ്ടായിരിക്കണം 15 crore ഉണ്ടായിരിക്കണം അറ്റ് ദ ടൈം ഓഫ് ടെൻഡറിങ് അപ്ലിക്കേഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് 15 കോടി രൂപ ഉണ്ടായിരിക്കണം. then അവർക്ക് അപ്രൂവൽ കിട്ടി അവർ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മിനിമം അതായത് 3 yearsൽ അവർക്ക് മിനിമം നെറ്റ് വർത്ത് 25 crore ആയിട്ട് 25 കോടിയായിട്ട് മാറിയിട്ടുണ്ടാവണം. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റൻ ആണ്. ഞാൻ ഉറപ്പ് തരുന്നു, ഉറപ്പായിട്ടും ഈ പറഞ്ഞ IBPSPയുടെ 2 ഷിഫ്റ്റിൽ ഏതെങ്കിലും ഒരു ഷിഫ്റ്റിന് വരാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കാരണം പേയ്മെന്റ് അഗ്രിഗേറ്ററിന്റെ ഈ പറഞ്ഞ ടൈപ്പ് നമ്മൾ 3 കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയായിരുന്നു മിനിമം ഈ പറഞ്ഞ നെറ്റ് വർത്ത്, ദെൻ അതുപോലെ 3 വർഷം കഴിയുമ്പോൾ എത്രയാകണം എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇനി ഇതിൽ പേയ്മെന്റ് അഗ്രിഗേറ്ററിന്റെ മാക്സിമം ട്രാൻസാക്ഷൻ വാല്യൂ INR 25 lakhs for inward and outward payment processed by the payment aggregator cross border payment CBK. ക്രോസ് ബോർഡർ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിന്റെ മിനിമം ട്രാൻസാക്ഷൻ ആണ് ഈ പറഞ്ഞ INR 25 lakhs ഫോർ ഇൻവേർഡ് ആണെങ്കിലും ഔട്ട്വേർഡ് ആണെങ്കിലും. ഓക്കെ, ഡാഷ് ബാങ്ക് ഇന്ത്യ announces that it has been authorized by the Reserve Bank of India as an agency bank to collect good and service tax payment, making it the only owned subsidiary in India to receive this approval from RBI. ഇതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്ന രീതിക്ക് മാത്രമേ, അതായത് കട്ടിയുള്ള വാക്കുകൾ ഒഴിവാക്കിയിട്ടേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു അതറൈസേഷൻ ഒരു ബാങ്കിന് കിട്ടി. എന്തിനാണെന്ന് വെച്ചാൽ ആസ് എൻ ഏജൻസി ബാങ്ക് ടു കളക്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ്. അതായത് ഒരു ഏജൻസി ബാങ്കായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു ഏജൻസി ബാങ്കായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം എന്നുള്ള ഒരു അപ്രൂവൽ കിട്ടി. അത് എന്ത് ചേഞ്ച് ആണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അപ്രൂവൽ കിട്ടുന്ന ഒരു സബ്സിഡറി ഇന്ത്യയിലുള്ള ഒരു അല്ലെങ്കിൽ ഒരു ബാങ്കിന് ഇന്ത്യയിലുള്ള സബ്സിഡറി ആയിട്ട് വരുന്ന ആദ്യത്തെ ഒരു ഇതാണ് എന്നാണ് പറയുന്നത് അവർ, ആദ്യത്തെ ബാങ്ക് ആണ് എന്ന്. അപ്പൊ അത് ഏത് ബാങ്കാണ്? അപ്പോൾ ഇവിടെ ഡാഷ് ബാങ്ക് that it has been authorized by the Reserve Bank of India. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവൽ കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. ഏജൻസി ബാങ്ക് ആയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് DBS ബാങ്ക് ആണ്. DBS ബാങ്കിനാണ് ഈ പറഞ്ഞ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ കിട്ടിയത് ഏജൻസി ബാങ്ക് ആയിട്ട് ടു കളക്ട് ഈ പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതിൽ ഓക്കെ, ഇത്രയും കാര്യമാണ് ഈ ന്യൂസിൽ വരുന്നത്. അപ്പോൾ ഏത് ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് DBS ബാങ്ക് ആണ്. അവർക്ക് ഈ പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു ഏജൻസി ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കാനുള്ള അനുവാദം RBI കൊടുത്തു. ഓക്കെ, അടുത്തത് as per RBI data, Dash has remained the top state in attracting investment as it got the most number of projects in each year between financial year 15 and financial year 25. ഫിനാൻഷ്യൽ ഇയർ 15 to 25 വരെയുള്ള ഇയറിന്റെ ഡേറ്റ അനുസരിച്ച് അതേവരെയുള്ള RBIയുടെ ഡേറ്റ അനുസരിച്ച് ഏത് സ്റ്റേറ്റ് ആണ് ടോപ്പിലുള്ളത് അട്രാക്ടിങ് ഇൻവെസ്റ്റ്മെന്റ് as it got the most number of project in each year. അതായത് ഈ പറഞ്ഞ 2015 തുടങ്ങി 2025 ഫിനാൻഷ്യൽ ഇയർ 15 തുടങ്ങി ഫിനാൻഷ്യൽ ഇയർ 65 ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഒരുപാട് പ്രോജക്ട്സ് മോസ്റ്റ് നമ്പർ ഓഫ് പ്രോജക്ട്സ് കിട്ടിയിട്ടുള്ളത്, അതിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒരുപാട് കിട്ടിയിട്ടുള്ള ഏത് സ്റ്റേറ്റ് ആണ് ടോപ്പിലുള്ളത്? അപ്പോൾ ഇത് ഡേറ്റ റിലീസ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ RBI ആണ്. അപ്പോൾ ഏതാണ് മോസ്റ്റ് അട്രാക്ടിങ് സ്റ്റേറ്റ് അല്ലെ ഇൻവെസ്റ്റ്മെന്റിലെ ടോപ്പ് സ്റ്റേറ്റ് ഇൻ അട്രാക്ടിങ് ഇൻവെസ്റ്റ്മെന്റ്സ് ഏതാണെന്ന് നോക്കിയാലോ? നമ്മളുടെ ആൻസർ മഹാരാഷ്ട്രയാണ്. ഇതിൽ ഗുജറാത്താണ്. നമ്മളുടെ ആൻസർ ഗുജറാത്താണ്. ഓക്കെ, ഓപ്ഷൻ ബി ഗുജറാത്താണ്. ഇതില് നമുക്കറിയാം ഗുജറാത്തിലെ ഇപ്പൊ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്. ഗുജറാത്ത് ഹാസ് റിമെയിൻഡ് ദ ടോപ്പ് സ്റ്റേറ്റ്. നമുക്കറിയാം ഗിഫ്റ്റ് സിറ്റി ആണെങ്കിലും അതിന്റെ അവിടുത്തെ ഇതെല്ലാം അല്ലെ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഉറപ്പായിട്ടും ഈ പറഞ്ഞതുപോലെ ടോപ്പിൽ വരണമെങ്കിൽ ഉറപ്പായിട്ടും അത് ഗുജറാത്ത് തന്നെ വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. Gujarat has remained the top state in attracting investment as it got the most number of projects in each year between financial year 15 and 25, while Maharashtra has retained the second place. ഇതില് ഗുജറാത്ത് നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്. ഗിഫ്റ്റ് സിറ്റി ഓർമ്മ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഉറപ്പായിട്ടും മോസ്റ്റ് നമ്പർ ഓഫ് ഈ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെന്റും പ്രോജക്ട്സും പുതിയതൊക്കെ വരണമെങ്കിൽ അത് ഗുജറാത്തിന് തന്നെയാണ് സാധ്യത. സോ മോസ്റ്റ് അട്രാക്ടിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പിൽ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ മോസ്റ്റ് അട്രാക്ടിങ് സ്റ്റേറ്റ് ടോപ്പിൽ നമുക്ക് ഗുജറാത്ത് എടുക്കാം. സെക്കൻഡ് പ്ലേസിൽ വരുന്നത് മഹാരാഷ്ട്രയാണ്, സെക്കൻഡ് സ്പോട്ട്. ദെൻ ലാസ്റ്റ് 4 ഫിനാൻഷ്യൽ ഇയേഴ്സ് കൊണ്ട് ഈ പറഞ്ഞ സെക്കൻഡ് സ്പോട്ടിൽ മഹാരാഷ്ട്രയാണ്. സോ ഇവിടെ ഡേറ്റ അവൈലബിൾ ഇൻ സ്റ്റഡി ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി ഓക്കെ, ഇതിൽ ഗുജറാത്തിൽ ഫിനാൻഷ്യൽ ഇയർ 25 907 പ്രോജക്ട്സ് ഗോട്ട് അസിസ്റ്റൻസ് ഫ്രം ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് എ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രോജക്ട്സ്
3.7 lakh crore. Of this, Gujarat secured highest number of projects at 152, followed by Maharashtra and Uttar Pradesh 111 and 78. These three states along with Andhra Pradesh and Rajasthan acquired for about 60% in total cost of the project. ഇതിൽ റാങ്കിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 907 പ്രോജക്ട്സ് ബാങ്കിൻ്റെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും അസിസ്റ്റൻസിൽ ഈ പറഞ്ഞതുപോലെ 3.7 lakh crore നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഇതിൽ ഗുജറാത്ത് ആണ് ഹയസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ളത്, അതിന് 152. അത് ഫോളോ ചെയ്ത് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സെക്കൻഡ് സ്പോട്ട്, തേർഡിൽ ഉത്തർപ്രദേശ് വരുന്നുണ്ട്. മഹാരാഷ്ട്രയിലാണെങ്കിൽ 111 പ്രോജക്ട്സും ഉത്തർപ്രദേശിലാണെങ്കിൽ 78 പ്രോജക്ട്സും. ദെൻ ദീസ് 3 സ്റ്റേറ്റ്സ് along with ആന്ധ്രാപ്രദേശ് ആൻഡ് രാജസ്ഥാൻ, ഇവരുടെ ഒപ്പം തന്നെ നെക്സ്റ്റ് ആന്ധ്രാപ്രദേശും രാജസ്ഥാനും, ഇവരെല്ലാം കൂടെ ചേർത്ത് 60% ഓഫ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രോജക്ട്സ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രോജക്ട്സിന്റെ 60% ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിൽ മോസ്റ്റ് അട്രാക്റ്റിംഗ് അല്ലെങ്കിൽ ടോപ്പിലുള്ള സ്റ്റേറ്റ് ആണ് നമുക്ക് ഗുജറാത്ത്, ഫോളോഡ് ബൈ മഹാരാഷ്ട്ര. പ്രോജക്ട്സ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 152 പ്രോജക്ട്സ് ആണ്. ഓക്കെ, അടുത്തത് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് 2023 applicable for the half year September 22, 2025 to March 21, 2026 shall be -% per annum. ഇതിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോണ്ട് ഉണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത് നോക്കാം. അതിൽ ഈ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് 2033 applicable for half yearly September 22, 2025 to March 21, 2026 shall be -% per annum. ആ ഇൻട്രസ്റ്റ് റേറ്റാണ് ചോദിക്കുന്നത്, വേറെ ഒന്നുമില്ല ഇവിടെ. അതായത് ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ട് 2033യുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര എന്നുള്ളതാണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ടിന്റെ 2033 ഇൻട്രസ്റ്റ് റേറ്റ് 6.82% ആണ്. ഇതിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് 2033, Government of India floating rate bond 2033 applicable for half yearly September 20 to 2025 to March 21, 2026 shall be 6.82% per annum. അതായത് സെപ്റ്റംബർ 22, 2025 തുടങ്ങി മാർച്ച് 21, 2026 വരെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇത് എത്രയാണെന്നാണ് പറയുന്നത്? 6.28% ഈ പറഞ്ഞ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് 2033യുടെ ഇത് പ്രകാരം. ഇതിൽ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹൈലൈറ്റ് ചെയ്തിട്ടില്ല, ഞാനിവിടെ ചെയ്യാം. ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ട് എന്ന് പറയുന്നത് ഇഷ്യൂഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമുക്ക് ബോണ്ട്സും സേവിങ്സ് സ്കീമും ഒക്കെ അറിയാമല്ലോ, അതുപോലത്തെ ഒരു ബോണ്ടാണ് ഈ പറയുന്ന ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ട് എന്ന് പറയുന്നത്. ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ബോണ്ടാണ്. അപ്പോൾ നമുക്കറിയാം ബോണ്ടുകളിൽ നമ്മളിപ്പോൾ ഒരു ബോണ്ട് വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ബോണ്ടാണെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി കൂടുതലാണ് അല്ലേ. അപ്പോൾ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇതൊരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്, അതായത് ഈ പറഞ്ഞ ബോണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബോണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ കം വിത്ത് എ ലോക്ക് ഇൻ പീരീഡ് ഓഫ് 7 years, 7 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ്. അതായത് ഈ ബോണ്ടിന്റെ കാലാവധിയാണ് 7 വർഷം. അപ്പോൾ ഇപ്പോൾ ഒരു ബോണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ, ഇപ്പോൾ 2025 പർച്ചേസ് ചെയ്താൽ ഇനി 2025 നിന്ന് 7 years കഴിഞ്ഞിട്ടേ നമുക്ക് ഈ ബോണ്ടിന്റെ ഈ പറഞ്ഞതുപോലെ എമൗണ്ട് തിരിച്ചു കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അതുവരെ ഇതിന് കാലാവധി ഉണ്ട്. ഇനി ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഈ പറഞ്ഞത് 2033 പ്രകാരം 6.82% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. It is linked to National Savings Certificate, a small savings program offered by Union Government. ഇത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് സേവിങ്സ് പ്രോഗ്രാമിന്റെ കൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. Then ഈ ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ട് ഓഫർ ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ദാറ്റ് ഈസ് 0.35% ഹയർ ദാൻ ദി പ്രിവെയിലിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ NSCയിൽ കിട്ടുന്നത്, നിങ്ങളൊരു നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ നാഷണൽ സേവിംഗ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും 0.35% ഇൻട്രസ്റ്റ് കൂടുതലായിട്ടാണ് ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ടിൽ നമുക്ക് കിട്ടുന്നത്. ഇനി ഓരോ 6
ഓരോ 6 മാസത്തിനും ഒരിക്കൽ ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യപ്പെടും? റീസെറ്റ് ചെയ്യപ്പെടും. ഓരോ 6 മാസത്തിനൊരിക്കൽ ഇൻട്രസ്റ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 6.82% ആണെങ്കിൽ അത് ഇതുവരെയാണ് നമ്മൾ നോക്കിയത്. സെപ്റ്റംബർ 22 തുടങ്ങി മാർച്ച് 21, 2026 വരെ, 2026 മാർച്ച് 21 വരെ മാത്രമേ നമുക്ക് ഈ പറയുന്ന 6.82% ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളൂ. ഇനി അതെന്താകും? നെക്സ്റ്റ് 6 മന്ത് ആകുമ്പോൾ ഈ പറഞ്ഞ മാർച്ച് 21 ശേഷം മേ ബി ഇൻട്രസ്റ്റ് എന്താകും? നെക്സ്റ്റ് ചേഞ്ച് ആകും. അപ്പോൾ ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ദെൻ നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ആർ നോട്ട് എലിജിബിൾ ടു ഇൻവെസ്റ്റ് ദിസ് ബോണ്ട്. അപ്പോൾ ഒരു NRI ആണെങ്കിൽ അവർക്ക് ഈ ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. there is no premature withdrawal option. അതും കൂടെ എന്താ? 7 വർഷം നമ്മൾ എന്ത് പറഞ്ഞു? ഇതിന്റെ മെച്യൂരിറ്റി വരുന്നത് 7 വർഷം കഴിഞ്ഞാലാണ്. അപ്പോൾ ഈ 7 വർഷം വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിന് മുൻപേ പ്രീമേച്ചർ വിത്ഡ്രോവൽ ചെയ്യാൻ പറ്റത്തില്ല. ഒരു 3 വർഷം കഴിഞ്ഞ് എനിക്കിനി വേണ്ട, എനിക്ക് ഈ ബോണ്ട് എടുത്തിട്ട് കാശ് വേണം എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. ബട്ട് സീനിയർ സിറ്റിസൺസ് ക്യാൻ പ്രീമേച്ചർലി വിത്ഡ്രോ മണി വിത്ത് എ പെനാൽറ്റി. അതായത് നമുക്കറിയാം, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ 5 വർഷത്തേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്ന് ഒരു 3 വർഷം കഴിയുമ്പോൾ തിരിച്ചെടുക്കണം എന്ന് ചോദിച്ചാൽ സം എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ സം പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അവർക്ക് പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇവിടെയും. സീനിയർ സിറ്റിസൺസിന് മാത്രം അവർക്ക് പ്രീമേച്ചർ വിത്ഡ്രോവൽ ചെയ്യാം, പക്ഷേ വിത്ത് പെനാൽറ്റി ഉണ്ട്. ആഫ്റ്റർ എ മിനിമം ലോക്ക് ഇൻ പീരിയഡ്. അതായത് 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, അവർക്കൊരു മിനിമം ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ മിനിമം ലോക്ക് ഇൻ പീരീഡ് എന്ന് പറയുന്നത് 6 ഇയേഴ്സ് ആണ്. 7 വർഷമാണ് ബോണ്ടിന്റെ കാലാവധി. ഈ പറഞ്ഞ സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ അവർക്ക് മേ ബി സീനിയർ സിറ്റിസൺസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മേ ബി അവർ ഈ പറഞ്ഞതുപോലെ മണിയുടെ ആവശ്യം അവർക്ക് വന്നുവെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ 6 വർഷം കാലാവധി പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞതുപോലെ പ്രീമേച്ചർ വിത്ഡ്രോവൽ ചെയ്യാം. ചെയ്യുമ്പോൾ ഇവർക്ക് സം എമൗണ്ട് പെനാൽറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റും. ഈ പറയുന്ന സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്നവരുടെ ഏജ് ലിമിറ്റ് ഉണ്ട്. 60 to 70 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ്. ഇനി അതിൽ ഫോർ ദോസ് ഹു ഏജ് 70 to 80, 70 മുതൽ 80 വയസ്സായ വ്യക്തിയാണെങ്കിൽ ദ ലോക്ക് ഇൻ പീരീഡ് വിൽ ബി 5 ഇയേഴ്സ്. 5 വർഷം കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് പ്രീമേച്ചർ വിത്ഡ്രോവൽ ചെയ്യാം. ദെൻ ദോസ് ഹു ഏജ് എബോവ് 80, 80 വർഷത്തിന് മുകളിൽ, 80 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വിത്ഡ്രോ ദെയർ ഇൻവെസ്റ്റ്മെന്റ് ആഫ്റ്റർ 4 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, ഇത് ഗവൺമെന്റിന് താഴെ വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം ആയതുകൊണ്ട് നമുക്ക് സെക്യൂരിറ്റി ഉണ്ട്. അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ 7 ഇയേഴ്സ് ആണ് പീരീഡ്. ഇൻട്രസ്റ്റ് റേറ്റ് ഓരോ വർഷവും 2 തവണ ഇൻട്രസ്റ്റ് ചേഞ്ച് ആകും. അതായത് ഓരോ 6 മന്ത്സിനൊരിക്കൽ ഇൻട്രസ്റ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നിലവിൽ 6.82% ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ പറഞ്ഞതുപോലെ പ്രീമേച്ചർ വിത്ഡ്രോവൽ അലൗഡ് അല്ല. അതുപോലെ NRIക്ക് എലിജിബിൾ അല്ല. NRI നോട്ട് എലിജിബിൾ ടു ഇൻവെസ്റ്റ് ഇൻ ദിസ് ബോണ്ട് എന്നുള്ളതുമാണ്. ഇനി പ്രീമേച്ചർ വിത്ഡ്രോവൽ ആർക്ക് പറ്റും? സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അതിന് 3 കാറ്റഗറി ഉണ്ട്. 60 to 70 ഇയേഴ്സ് ആണെങ്കിൽ 6 വർഷം കഴിഞ്ഞതിന് ശേഷം വിത്ഡ്രോവൽ ചെയ്യാം, പക്ഷെ അവർക്ക് പെനാൽറ്റി ഉണ്ട്. അതുപോലെ തന്നെ 70 to 80 ഇയേഴ്സ് ആണെങ്കിൽ 5 ഇയേഴ്സ് ആണ് ലോക്ക് ഇൻ പീരീഡ്. എബോവ് 80 ഇയേഴ്സ് ആണെങ്കിൽ 4 ഇയേഴ്സ് ആണ് ലോക്ക് ഇൻ പീരീഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ടിൽ ഓർമ്മ വച്ചേക്കേണ്ടതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, 6.82% ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ചേഞ്ച് ചെയ്തത് ആയതുകൊണ്ട്, സെപ്റ്റംബർ ന്യൂസ് ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. 6.82% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. Okay. In exercise of powers conferred under Section 45, 1A6 of the Reserve Bank of India Act 1934, the Reserve Bank has cancelled the certificate of registration issued to the Delhi-based and the Trading Private Limited non-banking financial company due to irregular lending practices. അപ്പോൾ വേറൊന്നും അല്ല, ഒരു ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് കമ്പനി അല്ലെ, ഇഷ്യൂഡ് ഡൽഹി ബേസ്ഡ് ആൻഡ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഡ്യൂ ടു ഇറഗുലർ ലെൻഡിംഗ് പ്രാക്ടീസസ്, അവരുടെ ലൈസൻസിനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്യാൻസൽ ചെയ്യുന്നു. അത് ആരാണ് എന്നുള്ളതാണ്. ആരുടെ ആ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ടത്? ഡൽഹി ബേസ്ഡ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആരാന്നുള്ളതാണ്. അത് ദത്ത ഫിനാൻസ് എന്ന് പറയുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ന്യൂസ് ആണ്. ഡൽഹി ബേസ്ഡ് ആൻഡ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഡ്യൂ ടു ഇറഗുലർ ലെൻഡിംഗ് പ്രാക്ടീസസ് ദെയർ ലൈസൻസ് ഈസ് ക്യാൻസൽഡ്. ദെൻ ഇതിൽ ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്നുള്ളതും എന്തുകൊണ്ട് ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെട്ടു, ഏത് സെക്ഷന് താഴെ എന്നുള്ളതും കൂടെ ഓർമ്മ വെച്ചു. RBI ആക്ട് 1934 താഴെയാണ് ഈ പറഞ്ഞതുപോലെ
ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെട്ടു. ആരുടെയാണ്? ദത്ത ഫിനാൻസ് എന്ന് പറയുന്ന ഡൽഹി ബേസ്ഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയുടെയാണ് ലൈസൻസ് ക്യാൻസൽ ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മ വെച്ചോളൂ. ഓക്കെ, അടുത്തത് Reserve Bank of India has approved the reappointment of former RBI Deputy Governor R. Gandhi as non-executive chairman of the which bank? അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ ഒരു ഫോർമർ ഡെപ്യൂട്ടി ഗവർണർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ has approved the appointment of former RBI Deputy Governor R. Gandhi as the non-executive chairman of which bank? അപ്പോൾ ഏത് ബാങ്കിന്റെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിട്ടാണ് ഫോർമർ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI ആർ ഗാന്ധിയെ അപ്പോയിന്റ് ചെയ്തത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിൽ ആർ ഗാന്ധിയാണ് പേഴ്സൺ. അയാളെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ആരായിട്ടാണ്? നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ. യെസ് ബാങ്കിന്റെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആണ് ഈ പറയുന്ന ആർ ഗാന്ധി. നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളാണ് ആർ ഗാന്ധി. ക്ലൂ എന്തെങ്കിലും പറയണമെങ്കിൽ ഗാന്ധി നമുക്കുള്ളത് ഗാന്ധിജിയെ ഓർമ്മ വെച്ചേക്കാം. മണി ആണെങ്കിൽ നമുക്ക് എന്താ? എസ് ആണല്ലേ. മണി നമുക്ക് എല്ലാത്തിനും നമുക്ക് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ ഓർമ്മ വെച്ചിരുന്നാൽ മതി. ആർ ഗാന്ധി, യെസ് ബാങ്ക്. ഇനി അടുത്ത ന്യൂസ്, RBI has ordered dash a Bengaluru based buy now pay later firm to shut its payment operation with immediate effect. അതായത് ഒരു ബംഗളൂർ ബേസ് ചെയ്തിട്ടുള്ള ബൈ നൗ പേ ലേറ്റർ ഫേം, നമുക്കറിയാം ആ വേർഡിൽ തന്നെ ഉണ്ട്. ഇപ്പം മേടിക്കൂ കാശ് പിന്നെ തരൂ എന്നുള്ളത്. നമുക്ക് അമേസോണിലുണ്ടല്ലോ, അമേസോണിൽ നമ്മൾ സാധനം ബൈ നൗ പേ ലേറ്റർ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ബൈ നൗ പേ ലേറ്റർ, നമുക്കിപ്പോൾ മേടിക്കാം, കുറച്ച് ഇത്ര ടൈം പീരീഡ് കഴിഞ്ഞിട്ട് എമൗണ്ട് പേ ചെയ്യാം എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഫേമാണ് ഈ പറയുന്ന ഒരു ബംഗളൂരു ബേസ് ചെയ്ത് ഇതിൽ ടു ഷട്ട് ഇറ്റ്സ് പേയ്മെന്റ് ഓപ്പറേഷൻ വിത്ത് ഇമീഡിയറ്റ് എഫക്ട്. ഇമീഡിയറ്റ് എഫക്റ്റിൽ അവരുടെ ഓപ്പറേഷൻസ് ഷട്ട് ചെയ്യണം. ഇനി ഇവർ ഇത് ഒക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഓർഡർ RBI കൊണ്ടുവന്നു. ആരാണ്? നമുക്കറിയാം, ആ ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിൾ SIMPL, സിമ്പിൾ എന്ന് പറയുന്ന ഒരു ബംഗളൂരു ബേസ്ഡ് ബൈ നൗ പേ ലേറ്റർ ഫേമിനാണ് ഈ പറഞ്ഞ RBI ഓർഡർ ചെയ്തത് ഷട്ട് ഇറ്റ്സ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആ ന്യൂസ് തന്നെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു കൊടുത്തിട്ടുള്ളത്. ബംഗളൂരു ബേസ്ഡ് ബൈ നൗ പേ ലേറ്റർ ഫാം ടു ഷട്ട് ഇറ്റ്സ് ഓപ്പറേഷൻ വിത്ത് ഇമീഡിയറ്റ് എഫക്ട്. ദ പ്ലാറ്റ്ഫോം വിച്ച് വർക്ക് വിത്ത് 26,000 merchant and let shoppers defer payments is checkout had been running a payment system without central bank's blessing. അതായത് വേറെ ഒന്നുമല്ല, സെൻട്രൽ ബാങ്ക്സ് ബ്ലെസ്സിങ്, സെൻട്രൽ ബാങ്കിന്റെ അനുഗ്രഹം ഇല്ലാണ്ട് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ അനുവാദം ഇല്ലാണ്ട് ഈ പറഞ്ഞ ഈ SIMPL സിമ്പിൾ എന്ന് പറയുന്ന ഈ ഫേം 26,000 മെർച്ചൻസിനെയും ഷോപ്പേഴ്സിനെയും കണക്ട് ചെയ്ത് ഇവർ ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈ നൗ പേ ലേറ്റർ എന്ന് പറയുന്ന ഈ പ്രോസസ്സും ഈ പറയുന്ന അവരുടെ സെയിലും ഇതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സെൻട്രൽ ബാങ്കിന്റെ അനുവാദമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ്ലി അവരുടെ കണ്ണിൽ പെടുമ്പോൾ അവർ അത് ക്ലോസ് ചെയ്യും. സോ RBI അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ഇട്ടു. ഓക്കെ, അടുത്തത്, The Reserve Bank of India issued a new rules on authentication for digital payments, giving banks the flexibility to use options such as biometrics, device-based tokens and passwords for verifying transactions. The guidelines will come into effect from. വേറെ ഒന്നുമില്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പുതിയ റൂൾ ഇഷ്യൂ ചെയ്തു. ഡിജിറ്റൽ പേയ്മെന്റ്സ് ഗിവിംഗ് ബാങ്ക്സ് ടു ഫ്ലെക്സിബിലിറ്റി ടു യൂസ് ഓപ്ഷൻസ് സച്ച് എസ് ബയോമെട്രിക്. അതായത് ഒതന്റിക്കേഷൻ, നമ്മൾ ഈ പറഞ്ഞതുപോലെ പേയ്മെന്റ് ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നമ്മളിപ്പോൾ എന്താ പറയുക, കാർഡ് വെച്ച് ATM കാർഡ് യൂസ് ചെയ്ത് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് 10,000 എമൗണ്ട് പോകുമ്പോൾ നമുക്ക് എന്ത് വരും? OTP കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷനൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ പേയ്മെന്റ്സ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞു? OTP കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ബയോമെട്രിക്സ് കൊടുക്കണം. നമ്മളെ ഫിംഗർ പ്രിന്റോ ഫേസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റൂ. അതിന് കുറച്ച് പുതിയ റൂൾസ് RBI കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇതിൽ വെരിഫൈങ് ട്രാൻസാക്ഷൻ ദ ഗൈഡ്ലൈൻസ് വിൽ കം ഇൻ ടു എഫക്ട് ഫ്രം. അപ്പോൾ ഈ കൊണ്ടുവന്ന പുതിയ റൂൾസ് എപ്പോൾ തൊട്ടാണ് നിലവിൽ വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയർ, അതായത് April 1, 2026 തൊട്ടാണ് ഈ പറഞ്ഞ പുതിയ റൂൾസ് നിലവിൽ വരുന്നത്. അതിൽ ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോൾ തൊട്ട് വരും എന്നുള്ളത്. ഇതിൽ ആ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Digital payment giving banks the flexibility to use options such as biometric device tokens for verifying transaction. However, it has made two-factor authentication mandatory for all transactions. അതായത് എല്ലാ ട്രാൻസാക്ഷൻസിനും 2-factor authentication വേണം, with at least 1 factor being dynamic, unique to that transaction. ഇനി the rules come into effect from April 1, 2026.
with the small value transaction exempted from 2FA. അതായത് സ്മോൾ വാല്യൂ ട്രാൻസാക്ഷൻസ് ഇപ്പോൾ 1000 രൂപ 2000 രൂപയ്ക്കൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. അതല്ലാതെ വരുന്ന ഈ പറഞ്ഞതുപോലെ എമൗണ്ട് ഇൻക്രീസ് ആകും തോറും ഈ പറഞ്ഞ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ ഉറപ്പായിട്ടും ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ പുതിയ റൂളിലുള്ളത്. അത് നിലവിൽ വരുന്നത് April 1, 2026 തൊട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ്. അടുത്തത് ദ ഗവൺമെന്റ് ഹാസ് നെയിം ശ്രീരിഷ് ചന്ദ്ര മുർമു as the new deputy governor of Reserve Bank of India for 3-year term starting October 9. Murmu will take over from Dash, whose tenure will end on October 8. ഇതിൽ ആദ്യത്തെ കാര്യം, നമ്മൾ ഇതിന് മുൻപേ ഒരു ദിവസം ന്യൂസ് പഠിച്ചപ്പോൾ ഒരു റീസെന്റ് ഡെപ്യൂട്ടി ഗവർണർ അപ്പോയിന്റ്മെന്റ് പഠിച്ചു. ആരായിരുന്നു? പൂനം ഗുപ്ത അല്ലേ? പൂനം ഗുപ്തയുടെ അപ്പോയിന്റ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇവരുടെ ഈ പറഞ്ഞതുപോലെ ഓരോ ഡെപ്യൂട്ടി ഗവർണേഴ്സിനും അതിൻ്റെതായ ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇവർക്ക് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലാണ്. ഓക്കെ, ഇനി ഇതില് സിരീഷ് ചന്ദ്ര മുർമു ന്യൂ ഡെപ്യൂട്ടി ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ RBIയുടെ പുതിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറാണ്. ടേം എന്ന് പറയുന്നത് 3 വർഷമാണ്. October 9 സ്റ്റാർട്ട് ആകുന്നുണ്ട്. പക്ഷെ ഉറപ്പായിട്ടും ഒരു പുതിയ ഡെപ്യൂട്ടി ഗവർണർ വരുന്നുണ്ടെങ്കിൽ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സേ പാടുള്ളൂ. അപ്പോൾ പൂനം ഗുപ്ത വന്നപ്പോൾ നമ്മൾ ആരെ റീപ്ലേസ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഉറപ്പായിട്ടും ഈ പറഞ്ഞ മുർമു വരുമ്പോൾ ആരെങ്കിലും ഒരാളെ റീപ്ലേസ് ചെയ്തായിരിക്കണം വരേണ്ടത്. ആ റീപ്ലേസ് ചെയ്ത വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിൽ ഈ പറഞ്ഞതുപോലെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ 3-year ടേം രാജേശ്വര റാവുവിനെ റീപ്ലേസ് ചെയ്താണ്. റീപ്ലേസ് ചെയ്താണ് ഈ പറഞ്ഞ സിരീഷ് ചന്ദ്ര മുർമു നമ്മളുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായിട്ട് വരുന്നത്. ഒരു ന്യൂസ് കൂടെ റീസെന്റ് ആയിട്ട് വേണമെങ്കിൽ പറയണമെങ്കിൽ പൂനം ഗുപ്ത നമുക്ക് പറയാം. പൂനം ഗുപ്ത റീപ്ലേസ് ചെയ്തത് ആരെയായിരുന്നു? പൂനം ഗുപ്ത റീപ്ലേസ് ചെയ്തത് മൈക്കിൾ ദേബപത്രയാണ്. റീപ്ലേസ് ചെയ്ത് പൂനം ഗുപ്ത വന്നത്. മൈക്കിൾ ദേബപത്രയെ റീപ്ലേസ് ചെയ്തായിരുന്നു പൂനം ഗുപ്ത ആരായിട്ട് വന്നത്? ഡെപ്യൂട്ടി ഗവർണർ ആയിട്ട് വന്നത്. സെയിം അതുപോലെ തന്നെ ഇവിടെ സിരീഷ് ചന്ദ്ര മുർമു റീപ്ലേസസ് രാജേശ്വര റാവു. എത്ര വർഷമാണ് ടെന്യൂർ എന്ന് ചോദിച്ചാൽ 3 വർഷം. ഹിസ് അപ്പോയിന്റ്മെന്റ് ഹാസ് ബീൻ ക്ലിയർഡ് ബൈ ദി അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ്. ആരാണ് ഇയാളുടെ അപ്പോയിന്റ്മെന്റ് ഇത് ചെയ്തത്? അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി. ഇതില് RBIയിലെ 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ആരൊക്കെയാ? SC അതായത് സിരീഷ് ചന്ദ്ര മുർമു, അതാണ് SC മുർമു, T രവിശങ്കർ, S ജാനകി രാമൻ ആൻഡ് പൂനം ഗുപ്ത. ഇത് പറഞ്ഞതുപോലെ SC മുർമു ആണെങ്കിൽ, സിരീഷ് ചന്ദ്ര മുർമു ആണെങ്കിൽ റീപ്ലേസസ് രാജേശ്വർ റാവു, പൂനം ഗുപ്ത ആണെങ്കിൽ റീപ്ലേസസ് മൈക്കിൾ MD പത്രയെ റീപ്ലേസ് ചെയ്ത് വന്നതാണ് ഈ പറഞ്ഞ പൂനം ഗുപ്ത. അതുപോലെ തന്നെ SC മുർമു റീപ്ലേസ് രാജേശ്വര റാവുവിനെ റീപ്ലേസ് ചെയ്ത് വന്നതാണ് ഈ പറഞ്ഞ SC മുർമു. ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം RBIയിലെ സർക്കുലേഴ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിലൊരു ഡെപ്യൂട്ടി ഗവർണർ റീപ്ലേസ് ആയി വന്നിട്ടുണ്ടെങ്കിൽ അതും ഇമ്പോർട്ടൻ്റ് ആണ്. The RBI has announced a payout structure for banks to encourage them to actively pursue customers or depositors for reactivation of their inoperative accounts. It will run from October 1, 2025 to. അതായത് ഒരു പുതിയ പേ ഔട്ട് സ്ട്രക്ചർ കൊണ്ടുവന്നു. RBI അനൗൺസ് എ ന്യൂ പേ ഔട്ട് സ്ട്രക്ചർ ഫോർ ബാങ്ക്സ് ടു എൻകറേജ് them to actively pursue customers or depositors for reactivation of their inoperative accounts. It will run from October 1, 2025 to. അപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട്, ഇന്നോപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ നിലവിൽ ഉപയോഗിക്കാത്ത അക്കൗണ്ട് അല്ലേ. നമ്മൾ അതിൻ്റെയൊക്കെ കേസുകൾ കുറേ പഠിച്ചായിരുന്നു. അന്ന് നമ്മൾ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് ഒക്കെ പഠിച്ചു. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് നമ്മൾ എവിടെയാണ് പഠിച്ചത്? എന്തിനാണ് പഠിച്ചത്? അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് നമ്മൾ പറഞ്ഞതുപോലെ യൂസ് ചെയ്യപ്പെടാത്ത അക്കൗണ്ട്, ഒരു സേവിങ്സ് അക്കൗണ്ടോ ഒരു കറണ്ട് അക്കൗണ്ടോ ഒരു റെക്കറിംഗ് അക്കൗണ്ടോ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റോ എന്ത് വേണമെങ്കിലും ആകാം അല്ലേ. ഈ പറഞ്ഞതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റും RD ആണെങ്കിൽ റെക്കറിംഗ് അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞതുപോലെ അവരുടെ എമൗണ്ട് മെച്യൂരിറ്റി കഴിഞ്ഞതിൻ്റെ നെക്സ്റ്റ് ഡേ മുതൽ 10 years. അതായത് നോർമൽ ഒരു സേവിങ്സ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ ഈ പറഞ്ഞതുപോലെ 10 വർഷത്തിനോളം യൂസ് ചെയ്യുന്നില്ല, അതിലെ എമൗണ്ട് ആരും എടുക്കുന്നില്ല, അതിന് അവകാശികൾ വരുന്നില്ല എന്ന പക്ഷം അതിന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? DEF അല്ലേ, അതെന്തായിരുന്നു? ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ്, DEAF ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ടിലോട്ട് ചേഞ്ച് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് തന്നെയാണ് ഇതിലും വരുന്നത്. ഒരു പുതിയ പേ ഔട്ട് സ്ട്രക്ചർ RBI കൊണ്ടുവന്നു ഫോർ ബാങ്ക്സ് to encourage them to actively pursue customers or depositors for reactivation of their inoperative accounts. യൂസ് ചെയ്യപ്പെടാത്ത അക്കൗണ്ട്സിനെ അവർക്ക് ഇന്നോപ്പറേറ്റീവ് ചെയ്യാൻ, യൂസ് ചെയ്യപ്പെടാത്ത അക്കൗണ്ട്സിനെ അവർക്ക് റീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒരു പുതിയ പേ ഔട്ട് സ്ട്രക്ചറിനെ RBI അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ബാങ്കുകൾ എൻകറേജ് ചെയ്യണം. എന്തിനാണ്? കസ്റ്റമേഴ്സിനെ അവരുടെ ഇൻആക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് വിൽ റൺ ഫ്രം October 1, 2025 ടു ഏത് വരെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. October 1, 2025 തുടങ്ങി ഐ തിങ്ക് September 30, 2026 വരെ. ഓപ്ഷൻ എ September 30, 2026 വരെയാണ് ഈ പറഞ്ഞ ഈ പുതിയ പേ ഔട്ട് സ്ട്രക്ചർ RBI ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ചെയ്യാൻ പോകുന്നത്. ഇതിലെന്താണ്? യൂസ് ചെയ്യപ്പെടാത്ത അക്കൗണ്ട് ആണെങ്കിൽ അതിനെ നിങ്ങൾക്ക് റീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സമയം. ഇതിനെ ബാങ്ക്സ് കസ്റ്റമേഴ്സിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് വേറെ ഒന്നുമില്ല, ഈ പേ ഔട്ട് സ്ട്രക്ചർ എന്താണ് എന്നുള്ളതാണ്. പേ ഔട്ട് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 year സ്കീം ഫോർ ഫെസിലിറ്റി. 1 year നമ്മൾ പഠിച്ചു അല്ലേ? ഒക്ടോബറിൽ തുടങ്ങി, October 2025 തുടങ്ങി September 2026 വരെയാണ് ഈ പറഞ്ഞ ഈ പേ ഔട്ട് സ്ട്രക്ചർ സ്കീം വരുന്നത്. ഇതിൽ ഫെസിലിറ്റേറ്റിംഗ് ആക്സിലറേറ്റഡ് പേ ഔട്ട് ഇൻഓപ്പറേറ്റീവ് അക്കൗണ്ട്സ് ആൻഡ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് എന്താണെന്നുള്ളത് നമുക്കറിയാം, ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ്, ഇപ്പോഴും കുറച്ച് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. Unclaimed deposits announced by Reserve Bank of India on Tuesday. It will run from October 1, 2025 to September 30, 2025. Then ആ പീരീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം പീരീഡ്, ഒരു വർഷത്തെ ടൈം പീരീഡ് പറയുന്നു, അത് എപ്പോൾ വരെ എന്നുള്ളത്. ദെൻ ഇനി എന്താ പറയുന്നത്? ഫോർ അക്കൗണ്ട്സ് ദാറ്റ് യു ഹാവ് റിമെയിൻഡ് ഇൻഓപ്പറേറ്റീവ് അപ് ടു 4 years, 4 വർഷമായിട്ടും ഇൻഓപ്പറേറ്റീവ് ആണ്, യൂസ് ചെയ്യപ്പെടുന്നില്ല എന്നാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? The payout to the bank will be 5% of amount. അതായത് ഈ പേ ഔട്ട് സ്ട്രക്ചർ അവർ കൊണ്ടുവരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും RBI ഒരു സ്കീം അല്ലെങ്കിൽ ഒരു പുതിയ ഇൻവെൻഷൻ കൊണ്ടുവരുന്നു. എന്തിനായിരിക്കും? അവർക്ക് അതിലൊരു ലാഭം ഉണ്ടാവണം അല്ലേ? ഇപ്പൊ ബാങ്ക്സ് കസ്റ്റമറിനെ പ്രൊമോട്ട് ചെയ്ത് ഈ പറഞ്ഞതുപോലെ യൂസ് ചെയ്യപ്പെടാത്ത അക്കൗണ്ടിനെ യൂസ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിലും എന്താണെങ്കിലും മെച്യൂരിറ്റി കഴിഞ്ഞു, അതിൽ ഈ പറഞ്ഞതുപോലെ അവകാശികൾ വന്നില്ല എങ്കിൽ അവിടെ എമൗണ്ട് നിൽക്കുകയാണ്. 4 വർഷത്തോളം ആരും പിൻവലിക്കാൻ വരുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഈ സ്കീം പ്രകാരം ആരെങ്കിലും പിൻവലിക്കാൻ വന്നാൽ അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ദ പേ ഔട്ട് ടു ദ ബാങ്ക് പേ ഔട്ട് സ്ട്രക്ചർ ആണ് അല്ലേ? അതിലപ്പോൾ സം എമൗണ്ട് ബാങ്കിന് അവർ കൊടുക്കണം. അതായത് ഒരു പെനാൽറ്റി ആയിട്ടോ ഫൈനായിട്ടോ എങ്ങനെ വേണമെങ്കിലും കൂട്ടാം. പേ ഔട്ട് ടു ദ ബാങ്ക് വിൽ ബി 5% ഓഫ് എമൗണ്ട്. എമൗണ്ടിന്റെ 5% ബാങ്കിന് കൊടുക്കണം. അത് എത്രയാന്ന് വെച്ചാൽ ഓർ 5,000 വിച്ച് എവർ ഈസ് ലെസ്. അതായത് ഒന്നുകിൽ 5,000 രൂപ അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ 5%. ഇതിൽ ഏതാണോ കുറവ് അത് കൊടുക്കണം. ഇൻ കേസ് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്കാണെങ്കിൽ അയാൾക്ക് അതിന്റെ 5% കൊടുത്താൽ മതി. അപ്പോൾ 5,000 രൂപ. ഇല്ല, ഇനി അതിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ 5% പറയുമ്പോൾ 2 lakh വരുമ്പോൾ അവിടെ 10,000 rupees വരും. അത് കൂടുതലാണ് അല്ലേ? പക്ഷെ അവിടെ എന്ത് കൊടുത്താൽ മതി? 5,000 കൊടുത്താൽ മതി. ഈ 2 എമൗണ്ടിൽ ഒന്നുകിൽ 5% അല്ലെങ്കിൽ 5,000. ഇതിൽ ഏത് എമൗണ്ട് ആണ് ലെസർ, ആ എമൗണ്ട് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പേ ഔട്ട് ആയിട്ട് ബാങ്കിന് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ 8 years ആയിട്ട് 8 years ആയ ഒരു അക്കൗണ്ട് ആണെങ്കിൽ 4 to 8 years, 4 years വരെ ആണെങ്കിൽ 5% അല്ലെങ്കിൽ 5,000, 4 to 8 years വരെ 6% അല്ലെങ്കിൽ 10,000. ഏത് എമൗണ്ട് ആണോ കുറവ് അത് കൊടുക്കണം. then അതിന് മുകളിൽ ഫ്രം 8 to 10 years ആണെങ്കിൽ 7% അല്ലെങ്കിൽ 15,000, 15,000 ആണ് കൊടുക്കേണ്ടത്. then in case of unclaimed deposit lying with DEA for 10 years and above, അതായത് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ആണ്, ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ആണെങ്കിൽ അത് 10 years കൂടുതലായിട്ടുണ്ടെങ്കിൽ ദ പേ ഔട്ട് ഓഫ് ബാങ്ക് വിൽ ബി 7.5% ഓഫ് ദ എമൗണ്ട് ഓർ 25,000. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എമൗണ്ട് അക്കൗണ്ട് ഇന്നോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നല്ലൊരു അവസരമാണ്. ഈ പറഞ്ഞ കിടന്ന എമൗണ്ട് എടുക്കാം, കുറച്ച് എമൗണ്ട് അങ്ങ് ബാങ്കിനോട്ട് കൊടുക്കണം എന്നേ ഉള്ളൂ, എങ്കിലും നമ്മളുടെ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഇതിൽ ഈ പറഞ്ഞ DEAയിലോട്ട് ലൈൻ വിത്ത് DEA ഫോർ 10 years ആൻഡ് എബോ ആണെങ്കിൽ എത്രയാ? 7.5% ഓഫ് എമൗണ്ട് അല്ലെങ്കിൽ 25,000 rupees കൊടുക്കേണ്ടി വരും. ഏതാണോ ഇതിൽ കുറവ് അത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നോക്കണം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരു പേ ഔട്ട് സ്ട്രക്ചർ 1 വർഷത്തെ പീരീഡ് ഒക്ടോബറിൽ തുടങ്ങി September 2026 വരെ. ഓക്കെ, അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് മോണിറ്ററി പോളിസി കമ്മിറ്റി decided to keep the benchmark repo rate unchanged at -% on October 1, second time in a row.
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ്. കാരണം എക്സാമിന് പോകും മുമ്പേ ഉറപ്പായിട്ടും റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്, മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടിയോ, അത് റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും ചേഞ്ച് ചെയ്തോ, ഇതെല്ലാ കാര്യങ്ങളും. കാരണം ഒരു വർഷത്തിൽ 4 പ്രാവശ്യം മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടും. അവർ ഈ പറഞ്ഞതുപോലെ റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും എല്ലാ റേറ്റുകളിലും ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവും, ചിലപ്പോൾ സെയിം ആയിട്ട് തന്നെ കീപ്പ് ചെയ്യും. then അതെല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ട് എക്സാമിന് പോകാവൂ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ പോളിസി ഡിസൈഡ് ചെയ്തു, കീപ്പ് ചെയ്യുന്നു, റെപ്പോ റേറ്റ് അൺചേഞ്ച് ആയിട്ട് തന്നെ ഇരിക്കട്ടെ, എത്ര ശതമാനം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 5.25% ആണ് ആൻസർ. അപ്പോൾ നമ്മളുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ പുതിയ ഇത് പ്രകാരം അവർ റെപ്പോ റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. 5.5% ആണ് ഒക്ടോബർ 1 സെക്കൻഡ് ടൈം ഇൻ ഇയർ. ഓക്കെ, നമ്മൾ 5.2 ആണ് പറഞ്ഞേ. ഓക്കെ, സോറി, 5.5% ആണ്. 5.5% ആണ് സെക്കൻഡ് ടൈം, ഒക്ടോബർ 1 തൊട്ട് സെക്കൻഡ് ടൈം ആയിട്ട് 5.5% ആയിട്ട് നമ്മളുടെ റെപ്പോ റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല, ന്യൂട്രൽ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് എന്താണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി SDF ആണെങ്കിലും റിമെയിൻസ് അൺചേഞ്ച്ഡ് 5.25%. അതിൻ്റെ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ബാങ്ക് റേറ്റ് രണ്ടും 5.75%. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് പോകണം. റെപ്പോ റേറ്റ് ആണെങ്കിൽ 5.5%, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി SDF ആണെങ്കിൽ 5.25%, ദെൻ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി MSF അതുപോലെ തന്നെ നമ്മളുടെ ബാങ്ക് റേറ്റും രണ്ടും എന്താണ് 5.75%. ഓക്കെ, 5.75 ബാങ്ക് റേറ്റ്, 5.75% ആണ് ബാങ്ക് റേറ്റ് വരിക. അപ്പോൾ റേറ്റുകൾ നോക്കിയിട്ട് പോകുക. അതുപോലെ മോണിറ്ററി പോളിസി കമ്മിറ്റി എത്ര മെമ്പേഴ്സ് ഉണ്ട്? മോണിറ്ററി പോളിസി കമ്മിറ്റി ആണെങ്കിൽ 6 മെമ്പേഴ്സ് ഉണ്ട്. ആ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് പോകുക. ഒരു വർഷത്തിൽ 4 തവണ മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. ഓക്കെ, ഇതിൽ ആ കാര്യങ്ങൾ തന്നെയാണ്, റേറ്റ് ചേഞ്ച് ആയിട്ടില്ല എന്നുള്ളത്. ഇനി പ്രധാനമന്ത്രി ജൻധൻ യോജന, ഒരു സ്റ്റേറ്റിംഗ് ന്യൂസും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. പ്രധാനമന്ത്രി ജൻധൻ യോജനയെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസാണ്. കാരണം റീസെന്റ് ഈ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 28 ആയപ്പോൾ അതിന് എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്, പ്രധാനമന്ത്രി ജൻധൻ യോജന സ്റ്റാർട്ട് ചെയ്തിട്ട് 11 വർഷങ്ങൾ കംപ്ലീറ്റ് ആയി. ഇതിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന ഹാസ് കംപ്ലീറ്റഡ് 11 years of August 2025 as it was launched on August 28, 2014. ഓഗസ്റ്റ് 28, 2014 PMJDY എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്നത്. ദെൻ ഇതിൽ എന്തായിരുന്നു ഈ സ്കീം? പ്രധാനമന്ത്രി ജൻധൻ യോജന എന്താണ്? Under the scheme, a basic saving bank deposit account can be opened in any bank branch or business correspondent bank mitra outlet by persons not having any other account. അതായത് ഒരു സീറോ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയാം അല്ലെ. സീറോ സേവിങ്സ് അക്കൗണ്ട് നേരത്തെ ഉണ്ടായിരുന്നു, അതിനെ മാറ്റിയിട്ടാണ് ഈ പറഞ്ഞ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറഞ്ഞ് അതിനെ നെയിം ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നത്. സീറോ ബാലൻസ് അക്കൗണ്ടിനെ നെയിം ചേഞ്ച് ചെയ്ത് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് കൊണ്ടുവന്നു. ഇത് പ്രകാരം ഒരു സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആർക്ക് വേണമെങ്കിലും തുടങ്ങാം. ഇനി എനി ബിസിനസ് കറസ്പോണ്ടൻസ് ഓർ അതായത് ഏത് ബാങ്ക് ബ്രാഞ്ചിൽ വേണമെങ്കിലും അല്ലെങ്കിൽ ബാങ്ക് മിത്ര ഔട്ട്ലെറ്റ്സിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പേഴ്സൺസ് നോട്ട് ഹാവിങ് എനി അതർ അക്കൗണ്ട്, അവർക്ക് വേറൊരു അക്കൗണ്ടും ഉണ്ടാകാൻ പാടില്ല. ഫ്രഷ് ആയിട്ട് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് മോസ്റ്റ്ലി കൊണ്ടുവരാനുള്ള കാരണം റൂറൽ ഏരിയാസിലുള്ള പീപ്പിൾസ് ആണെങ്കിലും ഇതുപോലെ വെൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാർക്കും അതുപോലെ എന്താണ് ബാങ്ക് അക്കൗണ്ട്സ് തന്നെ ഇല്ലാത്ത ആൾക്കാർക്കും. ഒരുപാട് ആൾക്കാർ നേരത്തെ കാലഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ട് തന്നെ തുടങ്ങാത്തതെന്ന് പറയുന്നത് മിനിമം 500 ഡെപ്പോസിറ്റ് ചെയ്യണം, 500 രൂപ ഉണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റും എന്ന കേസസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരുപാട് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യപ്പെടാതിരുന്നത്. സോ അതിന് ഈ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് കൊണ്ടുവന്നപ്പോൾ
മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട് ഇല്ല അല്ലെ, ഇതിനൊരു മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട് വേണം എന്ന കണ്ടീഷൻ ഇല്ല. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യപ്പെട്ടു അല്ലെ, ഒരു എന്താ പറയാ ഒരു റെക്കോർഡ് തന്നെ ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു എന്ന റെക്കോർഡ്. ഇതില് ഈ അക്കൗണ്ട് ഹോൾഡറിന് ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 2 lakh ഈസ് അവൈലബിൾ വിത്ത് റൂപേ കാർഡ് ഇഷ്യൂഡ് ടു ദ PMJDY അക്കൗണ്ട് ഹോൾഡേഴ്സ്. അപ്പോൾ പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് അവർ മെയിൻലി ഫോക്കസ് ചെയ്തത് റൂറൽ പീപ്പിൾസിനും അക്കൗണ്ട്സ് ഇല്ലാത്ത ആൾക്കാർക്കുമാണ്. അതാണ് ആ ഒരു കണ്ടീഷൻ, പേഴ്സൺസ് നോട്ട് ഹാവിംഗ് എനി അതർ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത്. അക്കൗണ്ട് ഇല്ലാത്ത ഒരാളിന് 0 ബാലൻസ് അക്കൗണ്ട് ആയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങപ്പെടും. ഇതിൽ അവർക്കൊരു റൂപേ ഡെബിറ്റ് കാർഡ് കൂടെ കിട്ടും. ഈ ഡെബിറ്റ് കാർഡിനെ യൂസ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്കൊരു ആക്സിഡന്റ്, ഈ ഡെബിറ്റ് കാർഡ് ഉള്ള വ്യക്തിക്ക് ഒരു ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് 2 ലക്ഷത്തിന്റെ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജും കൊടുക്കപ്പെടുന്നുണ്ട്. ദെൻ പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. അത് എത്ര രൂപയാണ്? അപ് ടു 10,000 rupees വരെ അവർക്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിൽ ഇല്ലെങ്കിലും എമൗണ്ട് അവർക്ക് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ഇനി ബാക്കി ന്യൂസസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ അല്ലെങ്കിൽ IBBS PO മെയിൻസ് ഫോക്കസ് ചെയ്തിട്ടുള്ള സെക്ഷൻ എന്ന് പറയാനുള്ളത്. അപ്പോൾ മാക്സിമം കുറേ ന്യൂസസ് കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ്. ഒരിക്കൽ അവസാനം പോകുന്ന സമയത്ത് ഒരിക്കൽ ഒന്ന് റിവൈസ് ചെയ്ത് ആൻസേഴ്സ് നോക്കിയിട്ട് പോവുക. കാരണം ഉറപ്പായിട്ടും നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.